എന്താണ്? ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ, ഒരു വ്യക്തി രക്ഷയിലോട്ട് വരുന്നത് അത് ദൈവത്തിന്റെ പ്രവൃത്തിയാലാണ്, മനുഷ്യരുടെ ജ്ഞാനം കൊണ്ടല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കുന്നു. നമ്മുടെ വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ വരുന്നത്, നമ്മൾ ആലയത്തിനകത്ത് വരാൻ മുഖാന്തരമായത്, അല്ലെങ്കിൽ ദൈവത്തെ അറിയുവാൻ മുഖാന്തരമായി തീർന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. നമ്മൾ പലപ്പോഴും ആലയത്തിൽ വരുവാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് വരാൻ കഴിയാതിരിക്കുന്ന അനുഭവങ്ങൾ എന്തുകൊണ്ടാണ്? ബൈബിൾ പറയുന്നത് എന്താണ്? ഇരുട്ടിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ യേശു വന്നു. ഇരുട്ടിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ് യേശു വന്നത്, അല്ലെ? ഒന്ന് വളരെ ശ്രദ്ധിക്കുക, നിങ്ങൾ എല്ലാവരും, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ഇരുട്ടിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ യേശു വന്നു എങ്കിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ ഇരുട്ടിന് എന്തുണ്ട്? അത്